സ്തുതിയായിരിക്കട്ടെ. ഇപ്പോൾ ക്രിസ്മസ് സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ആഘോഷമാണ്. ഓരോ ക്രിസ്മസും നമ്മെ പ്രകാശത്തിലേക്ക് നയിക്കുന്നു. ആ പ്രകാശം ക്രിസ്തുവാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:7 പറയുന്നു, അവനെ പിള്ള കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. പുൽത്തൊട്ടി. മാലാഹമാർ സ്തോത്രഗീതം ആലപിച്ചത് പുൽത്തൊട്ടിയിലെ യേശുവിനെ നോക്കി. ആട്ടിടയന്മാർ ആരാധിക്കാൻ വന്നതും പുൽത്തൊട്ടിയിലെ യേശുവിനെ. പൂജരാജാക്കന്മാർ കാഴ്ചയർപ്പണം നടത്തിയത് പുൽത്തൊട്ടിയിലെ യേശുവിന്. പുൽത്തൊട്ടി. കാൽത്തൊട്ടിലെ പുൽത്തൊട്ടി യേശു സ്പർശനത്താൽ അനുഗ്രഹീതമായി തീർന്നു. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നമ്മുടെ ശിശുക്കൾക്ക് എത്രയും ആഡംബരത്തോടെ ജന്മം നൽകുകയും അതിലേറെ ആഡംബരത്തോടെ അവരെ കിടത്തുവാനും ശ്രമിക്കുമ്പോൾ യേശുവിൻ്റെ ജനനം, ലോകരക്ഷകനായ ക്രിസ്തുവിൻ്റെ ജനനം നാം അനുസ്മരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇന്നിൻ്റെ ധൂർത്തിനെ നിയന്ത്രിച്ച് മറ്റുള്ളവരെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും അവരുടെ കുറവുകളെ നിറവുകളാക്കി തീർക്കുവാനും ഓരോ ക്രിസ്മസ് ആഘോഷവും നമുക്ക് സാധിക്കണം. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിക്കുവാനുള്ള ഓരോ പുൽത്തൊട്ടികളായി നമുക്ക് ഓരോരുത്തർക്കും മാറുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഒരു ക്രിസ്മസ് ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.